ഹായ് ഓൾ. ഞാൻ ഇന്ന് പെർക്വിസിറ്റ്സിന്റെ ബാലൻസ് പോർഷനിലേക്കാണ് പോകുന്നത്. ഇനി പറയാനുള്ള മെഡിക്കൽ ഫെസിലിറ്റി, കാർ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, ദറ്റ് ഈസ് ഗിഫ്റ്റ് ഗിവൺ ബൈ എംപ്ലോയർ, LTC, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ കവർ ചെയ്യുന്നത്. മെഡിക്കൽ ഫെസിലിറ്റി സെഷൻ 17 സബ്സെഷൻ 2 പ്രകാരമുള്ള മെഡിക്കൽ ഫെസിലിറ്റി. സാധാരണ നമ്മൾ മെഡിക്കൽ അലവൻസ് ഉണ്ട്. മെഡിക്കൽ അലവൻസ് ദറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസിൽ വരുന്നതാണ് മെഡിക്കൽ അലവൻസ്. ഇത് മെഡിക്കൽ ഫെസിലിറ്റി ആണ്. എംപ്ലോയർ തന്നെ ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ച് നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ആ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് പെർക്വിസിറ്റിൽ ട്രീറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. മെഡിക്കൽ ഫെസിലിറ്റി രണ്ട് രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്യുക. മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസിനെ വെച്ച് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഇൻ ഇന്ത്യ, രണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻ ഇന്ത്യ, ഇന്ത്യക്കകത്താണെങ്കിൽ ദറ്റ് ഈസ് 3 പ്ലേസിൽ ദറ്റ് ഈസ് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് വർക്ക് പ്ലേസ്, രണ്ട് ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റൽ, മൂന്ന് അതർ പ്ലേസ്. അപ്പോ ഔട്ട്സൈഡ് ഇന്ത്യ അത് പ്രത്യേകം പറയണം. ആദ്യം ഇന്ത്യയിലെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തീർക്കാം. ഇന്ത്യയിൽ 3 പ്ലേസിലാണ് കൊടുക്കുക. ആദ്യം പറഞ്ഞു ദറ്റ് ഈസ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എംപ്ലോയർ ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ മെഡിക്കൽ ഫെസിലിറ്റി ദറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ആണ്. ഒരു കാരണവശാലും ആ പെർക്വിസിറ്റ്സിന് ടാക്സ് പേ ചെയ്യേണ്ട, ദറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. നെക്സ്റ്റ് ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ESI ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റലാണ് ഒരു മെഡിക്കൽ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നെങ്കിൽ ആ മെഡിക്കൽ ഫെസിലിറ്റിയും ദറ്റ് ഈസ് ടാക്സ് ഇല്ല, ദറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ആണ്. ഇനി അതർ പ്ലേസ്, മറ്റേതെങ്കിലും ഒരു പ്ലേസ്, വർക്ക് പ്ലേസ് അല്ല, ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റൽ അല്ല, പകരം മറ്റേതെങ്കിലും ഒരു പ്ലേസിലാണ് ഈ പറയുന്ന മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്നുകിൽ ഒരു സ്പെസിഫൈഡ് ഡിസീസസിന് ഒരു ഫെസിലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അതർ ഡിസീസസിന്. ഒരു സ്പെസിഫൈഡ് ഡിസീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. ചില സ്പെസിഫൈഡ് ഡിസീസ് ഉണ്ട്, നമ്മുടെ ക്യാൻസർ പോലെയുള്ള സ്പെസിഫൈഡ് ഡിസീസസ് ഉണ്ട്. സ്പെസിഫൈഡ് ഡിസീസസിനാണ് നമ്മൾ അതർ പ്ലേസിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തെങ്കിൽ ദറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ആണ്, ടാക്സ് ഇല്ല. അപ്പോ മെഡിക്കൽ ഫെസിലിറ്റി വർക്ക് പ്ലേസ് അല്ല, ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റൽ അല്ല, മറ്റേതെങ്കിലും ഒരു പ്ലേസിൽ സ്പെസിഫൈഡ് ഡിസീസസ് അല്ലാത്ത അതർ ഡിസീസസിനാണ് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ. മെഡിക്കൽ ഫെസിലിറ്റി രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻ ഇന്ത്യയിൽ 3 സ്ഥലത്ത് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. വർക്ക് പ്ലേസ്, ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റൽ, അതർ പ്ലേസ്. വർക്ക് പ്ലേസിലും ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോസ്പിറ്റലും ചെയ്യുകയാണെങ്കിൽ നോട്ട് ടാക്സബിൾ. അതർ പ്ലേസിൽ സ്പെസിഫൈഡ് ഡിസീസിനാണെന്നുണ്ടെങ്കിൽ നോട്ട് ടാക്സബിൾ. അതർ പ്ലേസിൽ സ്പെസിഫൈഡ് ഡിസീസസ് അല്ലാത്ത അതർ ഡിസീസസ് ആണെങ്കിൽ അത് ടാക്സബിൾ. ഇനി നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് നെക്സ്റ്റ് പോവാം. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണ് ഒരു മെഡിക്കൽ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ മെഡിക്കൽ ഫെസിലിറ്റിക്ക് ഇൻക്വയർ ചെയ്യുന്നതിനെ 3ആയി ഞാൻ ഡിവൈഡ് ചെയ്തു. ഒന്ന് ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, ട്രാവൽ എക്സ്പെൻസ്. രണ്ട് അവിടെ സ്റ്റേ ചെയ്യണം, ദറ്റ് ഈസ് സ്റ്റേ എക്സ്പെൻസ്. മൂന്ന് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 3ആയി ഡിവൈഡ് ചെയ്തു. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇവിടുന്ന് അവിടം വരെ പോകാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കണം. അതേപോലെ അവിടെ സ്റ്റേ ചെയ്യുന്ന എക്സ്പെൻസ് ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റേ എക്സ്പെൻസ്. അതേപോലെ അവിടെ ഇൻക്വയർ ചെയ്യുന്ന മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയണം. ആദ്യം ട്രാവൽ എക്സ്പെൻസ്. ഇൻക്വയർ ചെയ്യുന്ന ട്രാവൽ എക്സ്പെൻസിൽ എക്സംപ്റ്റഡ് ഇഫ് GTI ഈസ് ലെസ് ദാൻ ₹2 lakh. അതായത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 5 ഹെഡും കൂട്ടി കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. 5 ഹെഡും കൂട്ടി കിട്ടുന്ന ആ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ എക്സംഷൻ കിട്ടും. അതേസമയം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇൻക്വയർ ചെയ്യുന്നതെങ്കിൽ ആ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ടാക്സബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റേ എക്സ്പെൻഡിച്ചർ. എക്സംപ്റ്റഡ് സബ്ജക്ട് ടു RBI ലിമിറ്റ്. ഇൻക്വയർ ചെയ്യുന്ന സ്റ്റേ എക്സ്പെൻഡിച്ചർ ഒരു RBI ഒരു ലിമിറ്റ് പറയും, ആ ലിമിറ്റ് വരെ എക്സംപ്റ്റഡ്, ബാലൻസ് ടാക്സബിൾ. എക്സാമ്പിൾ 10,000 രൂപ സ്റ്റേ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആയി, RBI പറഞ്ഞു 9,000, 9,000 രൂപ ദാറ്റ് ഈസ് പറഞ്ഞിരിക്കുന്നു RBI. അങ്ങനെയാണെങ്കിൽ 9,000 റുപ്പീസിന് ടാക്സ് ഇല്ല, ബാക്കി 1,000 റുപ്പീസിന് ടാക്സബിൾ. നെക്സ്റ്റ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, അതും എക്സംപ്റ്റഡ് സബ്ജക്ട് ടു RBI ലിമിറ്റ്. RBI പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വരെ എക്സംപ്റ്റഡ്, ബാലൻസ് ടാക്സബിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15,000 രൂപ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആയി, RBI പറഞ്ഞത് 10,000 റുപ്പീസ് ആണ്, ബാക്കി 5,000 രൂപ ടാക്സബിൾ.
അപ്പോ ട്രാവൽ എക്സ്പെൻഡിച്ചർ എക്സംഷൻ കിട്ടണമെങ്കിൽ GTI 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ എക്സംഷൻ കിട്ടും. അതേപോലെ സ്റ്റേ എക്സ്പെൻഡിച്ചറും മെഡിക്കൽ എക്സ്പെൻഡിച്ചറും സബ്ജക്ട് ടു RBI ലിമിറ്റ് ആണ്. RBI പറയുന്ന ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ ദാറ്റ് ഈസ് എക്സംഷൻ, ബാലൻസ് ടാക്സബിൾ. ഈ മൂന്ന് കേസിലും ട്രാവൽ എക്സ്പെൻഡിച്ചറും സ്റ്റേ എക്സ്പെൻഡിച്ചറും മെഡിക്കൽ എക്സ്പെൻഡിച്ചറും ഒരു പേഷ്യന്റും അതിന് വൺ കെയർ ടേക്കർ മാത്രമേ എക്സംഷൻ ഉള്ളൂ. ഇവിടെ പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ആയാലും സ്റ്റേ എക്സ്പെൻഡിച്ചർ ആയാലും മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എന്തായാലും പേഷ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ട്രാവലിംഗ് എക്സ്പെൻഡിച്ചറും സ്റ്റേ എക്സ്പെൻഡിച്ചറും ഒരു പേഷ്യന്റിനും ആ പേഷ്യന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കെയർ ടേക്കർ ഉണ്ട്. ഈ രണ്ടു പേർക്ക് എക്സംഷൻ കൊടുക്കൂ. അതേസമയം ഒരു പേഷ്യന്റ് രണ്ട് കെയർ ടേക്കറെയും കൊണ്ട് പോവുകയാണ്. അതിലെ ഒരു കെയർ ടേക്കർക്ക് എക്സംഷൻ കൊടുക്കാം, മറ്റൊരു കെയർ ടേക്കർക്ക് ദാറ്റ് ഈസ് ടാക്സബിൾ ആണ്. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യയിലെ 3 ഐറ്റം ദാറ്റ് ഈസ് ട്രാവൽ എക്സ്പെൻഡിച്ചർ, സ്റ്റേ എക്സ്പെൻഡിച്ചർ, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് ദാറ്റ് ഈസ് മെഡിക്കൽ ഫെസിലിറ്റി. നെക്സ്റ്റ് കാർ ഫെസിലിറ്റി. റൂൾ 3 സബ്സെഷൻ 2 പ്രകാരം കാർ ഫെസിലിറ്റിയുടെ വേരിയസ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുക. കാർ ഫെസിലിറ്റി ഒന്നുകിൽ എംപ്ലോയറുടെ കാർ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ എംപ്ലോയിയുടെ കൈവശം ഇരിക്കുന്ന കാർ എംപ്ലോയി വേരിയസ് പർപ്പസിന് ഉപയോഗിക്കുന്നു. പക്ഷെ അതിനകത്ത് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന പെട്രോളും ബാക്കിയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കാർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പെർക്വിസിറ്റ് വാല്യൂ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് കാർ ഫെസിലിറ്റിയുടെ ട്രീറ്റ്മെന്റ്, അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. അത് പറയാൻ വേണ്ടി ഞാനൊരു ടേബിൾ, ഒരു പ്രസന്റേഷൻ സ്റ്റൈലിന് വേണ്ടി ഒരു ടേബിൾ യൂസ് ചെയ്യുന്നു. ആ ടേബിളിൽ എനിക്കൊരു 9 കേസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് കേസ്, നെക്സ്റ്റ് കാർ ഈസ് ഓൺഡ് ബൈ, കാർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ. കാർ ഈസ് ഓൺഡ് ബൈ എന്ന് പറഞ്ഞാൽ ആരുടെയാണ് കാർ, അതാണ് കാണിക്കുന്നത്. കാർ ഈസ് ഓൺഡ് ബൈ. കാർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ, ആരാണ് ഇവിടുത്തെ മെയിൻ്റെനൻസ് കോസ്റ്റ് ബോൺ ചെയ്യുക. നെക്സ്റ്റ് എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ടാക്സബിൾ വാല്യൂ. ഫസ്റ്റ് കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ, എംപ്ലോയറുടെ കാർ. കാർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ എംപ്ലോയർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ. യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ്, ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് നില്ലാണ്. അതായത് എംപ്ലോയറുടെ കൈവശം ഇരിക്കുന്ന കാർ, എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ എംപ്ലോയിക്ക് ഓഫീസ് പർപ്പസിന് കൊടുത്തു. ഓഫീസ് പർപ്പസിന് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ വാല്യൂ ഇല്ല, പെർക്വിസിറ്റിന് ടാക്സ് കൊടുക്കണ്ട. സോ അതുകൊണ്ട് തന്നെ നില്ല്. നെക്സ്റ്റ് എംപ്ലോയറുടെ കാർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ എംപ്ലോയിക്ക് പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊടുത്തു. നമ്മൾ ആദ്യം പെർക്വിസിറ്റിന്റെ ഫസ്റ്റ് കാര്യങ്ങളെ കുറിച്ച്, മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊടുത്താലാണ് ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് വരുന്നത്. അപ്പോ എംപ്ലോയറുടെ കാർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ എംപ്ലോയിക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇവിടെ രണ്ടെണ്ണമാണ് പെർക്വിസിറ്റ് ആയി വരുന്നത്. ഒന്ന് ദാറ്റ് ഈസ് മെയിൻ്റനൻസ് കോസ്റ്റ് പെർക്വിസിറ്റിന്റെ പാർട്ടാണ്. രണ്ട് ദാറ്റ് ഈസ് കാർ, അതും പെർക്വിസിറ്റിന്റെ പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% വാല്യൂ പെർക്വിസിറ്റ്സ്. മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിൽ എംപ്ലോയർക്ക് ബോൺ ചെയ്തിരിക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. ആ മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിന്റെ രണ്ടിന്റെയും സമ്മായിരിക്കും ടാക്സബിൾ വാല്യൂ. അതായത് ആക്ച്വൽ മെയിൻ്റനൻസ് ബോൺ ബൈ എംപ്ലോയർ പ്ലസ് 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് കാർ. ഇതായിരിക്കും അവിടുത്തെ വാല്യൂ പെർക്വിസിറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തത് എംപ്ലോയറുടെ കാർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ യൂസ്ഡ് ഫോർ ബോത്ത് പർപ്പസ്, അതായത് ഓഫീസ് ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ്. എംപ്ലോയറുടെ കാർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ ഓഫീസ് പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എമൗണ്ട് ആണ് അവിടെ പെർക്വിസിറ്റ് ആയി എടുക്കുന്നത്. ഒരു പെർ മന്ത് ഒരു എമൗണ്ട് ഉണ്ട്. അതായത് കാറിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. 1.6 ലിറ്റർ മോറും ലെസ്സും. അതായത് കാറിന്റെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ വാല്യൂ പെർക്വിസിറ്റ് 2400 പെർ മന്ത്. അതേസമയം കാറിന്റെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ദാറ്റ് ഈസ് വാല്യൂ പെർക്വിസിറ്റ് 1800 പെർ മന്ത്. അപ്പൊ ആദ്യം പറഞ്ഞത് മൂന്നെണ്ണമാണ്. എംപ്ലോയറുടെ കാർ, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ, ഒന്ന് ദാറ്റ് ഈസ് ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കുന്നു, പെർക്വിസിറ്റിന് ടാക്സബിൾ വാല്യൂ ഇല്ല. നെക്സ്റ്റ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ്, എംപ്ലോയർക്ക് ഇൻക്ലൂഡ് ചെയ്ത മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് കാറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10%. നെക്സ്റ്റ് ബോത്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1.6 ലിറ്ററിന് മുകളിലാണ് കാറിന്റെ ക്യൂബിക് കപ്പാസിറ്റി എങ്കിൽ 2400 പെർ മന്ത്. 1.6 ലിറ്ററിന് താഴെയാണെങ്കിൽ 1800 പെർ മന്ത്. നെക്സ്റ്റ് നാലാമത്തത് എംപ്ലോയറുടെ കാർ, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയി, യൂസ്ഡ് ഫോർ ഓഫീസ്. എംപ്ലോയറുടെ കാർ, എംപ്ലോയി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കുന്നു. ഓഫീസ് പർപ്പസിന് ഉപയോഗിച്ചാൽ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് ദാറ്റ് ഈസ് നില്ല്. നെക്സ്റ്റ്
എംപ്ലോയറുടെ കാർ, എംപ്ലോയി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ എന്തിനു ഉപയോഗിക്കുന്നു? പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചാൽ പെർക്വിസിറ്റിന് ടാക്സബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദാറ്റ് ഈസ് എംപ്ലോയറുടെ കാറാണ്, എംപ്ലോയി ആണ് ദാറ്റ് ഈസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ബോൺ ചെയ്യുക. അപ്പൊ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒരിക്കലും പെർക്വിസിറ്റിന്റെ പാർട്ടല്ല. അപ്പൊ എന്ത് ചെയ്യും? കാറാണ് ദാറ്റ് ഈസ് പെർക്വിസിറ്റിന്റെ പാർട്ട്, അതായത് 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് കാർ. ഇതായിരിക്കും അവിടുത്തെ പെർക്വിസിറ്റ് ആയി ആ കേസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് മറ്റേ കണ്ടിന്യൂഷൻ ആണ്. എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാർ എംപ്ലോയി മെയിൻ്റെനൻസ് കോസ്റ്റ് ബോൺ ചെയ്യാണ്, ദാറ്റ് ഈസ് ബോത്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ആണ് ദാറ്റ് ഈസ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. കാറിന്റെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് മുകളിലാണ് ക്യൂബിക് കപ്പാസിറ്റി എങ്കിൽ 900 പെർ മന്ത്. കാറിന്റെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് താഴെയാണെങ്കിൽ 600 പെർ മന്ത്. അപ്പൊ ആ 3 കേസാണ് പറഞ്ഞത്. അതായത് കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയി. 3 പർപ്പസ്. ഒന്ന് ഓഫീസ് പർപ്പസ്, പെർക്വിസിറ്റ് ഇല്ല. ദെൻ പേഴ്സണൽ പർപ്പസ്, അവിടെ പെർക്വിസിറ്റ് ആയി എടുക്കുന്നത് കാറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10%. മൂന്നാമത്തത് ബോത്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. 1.6 ലിറ്ററിന് മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് 900 പെർ മന്ത്, 1.6 ലിറ്ററിന് താഴെയാണെങ്കിൽ ദാറ്റ് ഈസ് 600 പെർ മന്ത്. നെക്സ്റ്റ് കാറ്റഗറി, ഏഴാമത്തെ, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ, യൂസ്ഡ് ഫോർ ഓഫീസ്. അതായത് എംപ്ലോയിയുടെ കാർ എംപ്ലോയർ ആണ് മെയിൻ്റെനൻസ് കോസ്റ്റ് ബോൺ ചെയ്യുക, ഓഫീസ് പർപ്പസിനാണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഓഫീസ് പർപ്പസിന് ഉപയോഗിച്ചാൽ പെർക്വിസിറ്റിന് ടാക്സബിൾ അല്ല, നില്ല്. നെക്സ്റ്റ്, എംപ്ലോയി, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ, യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. എംപ്ലോയിയുടെ കാർ എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. സോ ആക്ച്വൽ മെയിൻ്റെനൻസ് കോസ്റ്റ് ബോൺ ബൈ എംപ്ലോയർ. നെക്സ്റ്റ്, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ, യൂസ്ഡ് ഫോർ ബോത്ത് പർപ്പസ്, അതായത് പേഴ്സണൽ ആസ് വെൽ ആസ് ഓഫീസ് പർപ്പസ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ആണ് അവിടെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1.6 ലിറ്ററിന് മുകളിലാണെങ്കിൽ 2400 പെർ മന്ത്, 1.6 ലിറ്ററിന് താഴെയാണെങ്കിൽ ദാറ്റ് ഈസ് 1800 പെർ മന്ത്. ഇതായിരിക്കും അവിടുത്തെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. അപ്പോ നെക്സ്റ്റ് പറഞ്ഞത്, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, കാർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ. 3 കാര്യങ്ങൾക്ക്. ഓഫീസ് പർപ്പസ് നില്ല്, പേഴ്സണൽ പർപ്പസ് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് എടുക്കും. ദെൻ ബോത്ത് പർപ്പസ് ദാറ്റ് ഈസ് 1.6 ലിറ്ററിന് മുകളിലാണെങ്കിൽ 2400, താഴെയാണെങ്കിൽ 1800 പെർ മന്ത്. ദെൻ ലാസ്റ്റ് കേസ്, കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, എംപ്ലോയിയുടെ കാറ് എംപ്ലോയി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറ് എന്ത് പർപ്പസിനായാലും, ഓഫീസ് പർപ്പസോ പേഴ്സണൽ പർപ്പസോ ബോത്ത് പർപ്പസോ എന്തിനായാലും ഉപയോഗിച്ചാൽ ദാറ്റ് ഈസ് പെർക്വിസിറ്റ് ഇല്ല. എന്റെ സ്വന്തം കാറ്, ഞാൻ പെട്രോൾ അടിച്ച് കൊണ്ടു നടക്കുന്ന എന്റെ സ്വന്തം കാർ ഞാൻ ഓഫീസിൽ ഉപയോഗിക്കാം, ഞാൻ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാം, ഞാൻ എന്തിനു ഉപയോഗിക്കാം? ആർക്കെങ്കിലും ടാക്സ് കൊടുക്കണം? വേണ്ട, ദാറ്റ് ഈസ് പെർക്വിസിറ്റിന് ടാക്സ് ഇല്ല. ഈ 10 സിറ്റുവേഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ കേസ് ദാറ്റ് ഈസ് റെലവന്റ് അല്ല, ബാക്കി 9 സിറ്റുവേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ദാറ്റ് ഈസ് കാർ ഫെസിലിറ്റിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, ഡ്രൈവർ ഫെസിലിറ്റി. ഡ്രൈവർ ഫെസിലിറ്റി നമ്മൾ കാർ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഡ്രൈവർ ഫെസിലിറ്റി ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. ഡ്രൈവർ ഫെസിലിറ്റിയെ കുറിച്ച് പറയാണ്. 3 പർപ്പസ് ആൻഡ് ടാക്സബിൾ വാല്യൂ. ഫസ്റ്റ് പർപ്പസ്, കാർ ഈസ് യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ്. നമ്മൾ ഡ്രൈവർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ആ കാർ ഉപയോഗിക്കുന്നത് ഓഫീസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഓഫീസ് പർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെർക്വിസിറ്റിന് ടാക്സബിൾ വാല്യൂ ഇല്ല, ദാറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ആണ്. സോ ടാക്സബിൾ വാല്യൂ നോട്ട് ടാക്സബിൾ ആണ്. Then number 2, car is used for personal purpose. കാർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചാൽ പെർക്വിസിറ്റ് ടാക്സബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താകും? ഡ്രൈവറിന്റെ സാലറി ആയിരിക്കും അവിടെ പെർക്വിസിറ്റ്. ഡ്രൈവറിന് എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന സാലറി ഉണ്ട്, ആ സാലറി ആണ് ദെൻ ഇവിടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇനി ബോത്ത് പർപ്പസ്, 2 പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ആണ്, സ്പെസിഫിക് എമൗണ്ട് ആണ് 900 പെർ മന്ത്, ദാറ്റ് ഈസ് 900 പെർ മന്ത് വെച്ചിട്ടാണ് അവിടുത്തെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇനി only driver facility shall be treated as a servant facility shall be fully taxable. ഇനി കാർ അല്ല, only driver facility മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, ഡ്രൈവർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് എ സെർവന്റ് ഫെസിലിറ്റി ആണ്. സോ അത് that is fully taxable ആണ്. അപ്പോൾ ഡ്രൈവർ ഫെസിലിറ്റി that is കാർ ഓഫീസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെർക്വിസിറ്റിന് ടാക്സ് ഇല്ല. പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ ഡ്രൈവറിന് കൊടുത്ത സാലറി. ദെൻ ബോത്ത് പർപ്പസിനാണെങ്കിൽ 900 പെർ മന്ത്. ഡ്രൈവർ ഫെസിലിറ്റി മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ലൈക്ക് എ സെർവന്റ് ഫെസിലിറ്റി ആണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്.
പെർക്വിസിറ്റ്സിലെ നെക്സ്റ്റ് ഐറ്റം ഗിഫ്റ്റ് ഗിവൺ ബൈ എംപ്ലോയർ. എംപ്ലോയർ എംപ്ലോയിക്ക് ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് എങ്ങനെയാണ് പെർക്വിസിറ്റിൽ വരുമോ ഇല്ലയോ എന്നാണ് ഗിഫ്റ്റ് ഗിവൺ ബൈ എംപ്ലോയർ റൂൾ 3 സബ്സെഷൻ 7. രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗിഫ്റ്റ് ഗിവൺ ടു എംപ്ലോയി. രണ്ട് കാറ്റഗറി, ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ കൺവേർട്ടബിൾ ഇൻ ടു മണി. ഒന്നുകിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷിലേക്ക് അല്ലെങ്കിൽ മണി വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമോ, തൊട്ടപ്പുറത്ത് ഗിഫ്റ്റ് ഇൻ കൈൻഡ്. നമുക്കറിയാം ഗിഫ്റ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഇൻ ടു മണി കൊടുത്താൽ ലൈക്ക് എ സാലറി അല്ലേ, ലൈക്ക് എ സാലറി പോലെയല്ലേ ട്രീറ്റ് ചെയ്യുക. സോ ഫുള്ളി ടാക്സബിൾ ആണ്. സാലറിയുടെ അണ്ടറിൽ ആ പെർക്വിസിറ്റ്സ് ഫുള്ളി ടാക്സബിൾ ആണ്. തൊട്ടപ്പുറത്ത് ഗിഫ്റ്റ് ഇൻ കൈൻഡ്. കൈൻഡ് ആയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ, കൈൻഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർക്വിസിറ്റ് ആണ്. ഗിഫ്റ്റ് കൈൻഡ് ആയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് അപ് ടു ₹5,000 ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട് ഇൻ അഗ്രിഗേറ്റ്, അതായത് 5000 രൂപ വരെ ദാറ്റ് ഈസ് എക്സംഷൻ കൊടുക്കും, എക്സംപ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ 8000 രൂപ വരെയുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ 5000 രൂപ എക്സംപ്റ്റ് കഴിഞ്ഞ് ബാക്കി 3000 രൂപ ടാക്സബിൾ. 4000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കിട്ടി കൈൻഡ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഇതാണ് ദാറ്റ് ഈസ് ഗിഫ്റ്റ് ഗിവൺ ബൈ എംപ്ലോയർ. ലീവ് ട്രാവൽ കൺസെഷൻ സെഷൻ 10 സബ്സെഷൻ 5 ദാറ്റ് ഈസ് LTC, ലീവ് ട്രാവൽ കൺസെഷൻ. നമ്മൾ എംപ്ലോയി സർവീസ് ഇരിക്കുന്ന സമയത്ത് ലീവ് എടുത്ത് ഒരു ട്രാവൽ പോകാം. ഒന്നുകിൽ എംപ്ലോയിയോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ റിലേറ്റീവ്സും കൂടെ ചേർന്നിട്ട് എംപ്ലോയി ഒരു ട്രാവൽ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചറിന് എക്സംഷൻ കൊടുക്കുന്ന ഐറ്റം ഉണ്ട്. ആ എക്സംഷൻ ആണ് ഇവിടെ പറയുന്നത്. സെഷൻ 10 സബ്സെഷൻ 5 ആണ്. അതിനർത്ഥം സെഷൻ 10 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് കാറ്റഗറി ആണ്. എന്തോ ഒന്നുകിൽ ഫുള്ളി എക്സംപ്റ്റഡോ അല്ലെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റഡോ ആക്കുന്ന സെഷൻ ആണ് സെഷൻ 10. സെഷൻ 10 സബ്സെഷൻ 5 പ്രകാരം ആ എംപ്ലോയി ആ പോകുന്ന ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതിന്റെ എക്സംഷനെ കുറിച്ചിട്ടാണ് പറയുക. ദെൻ ലീവ് ട്രാവൽ കൺസെഷനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഇന്ത്യ, രണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ലീവ് ട്രാവൽ എടുത്ത് ഒന്നുകിൽ ഇന്ത്യക്ക് അകത്ത് പോവാം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകാം. ഇൻ ഇന്ത്യയിൽ വീണ്ടും രണ്ട് കാറ്റഗറി, സ്റ്റേ ഓർ അതർ കോസ്റ്റ് റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയർ. അതായത് അങ്ങനെ ലീവ് ട്രാവൽ കൺസെഷൻ പോകുന്ന സമയത്ത്, അങ്ങനെ ട്രാവലിംഗ് പോകുന്ന സമയത്ത് അവിടെ സ്റ്റേ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതർ കോസ്റ്റ് ഉണ്ട്. ആ എംപ്ലോയിക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റേ എക്സ്പെൻഡിച്ചറും അതർ കോസ്റ്റും റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയർ, എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. തൊട്ടപ്പുറത്ത് ട്രാവൽ കോസ്റ്റ് റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയർ ആണ്. എംപ്ലോയിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാവൽ കോസ്റ്റ് അത് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റ് ചെയ്യുന്നത് ആക്ച്വൽ ബേസിൽ ആണ്. ആക്ച്വൽ ബേസിൽ ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആക്ച്വൽ ബേസിൽ ആ എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യുന്നു. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. കാരണം ഇന്ത്യക്കകത്തെ LTCക്ക് ഉള്ളൂ, ഇന്ത്യക്ക് പുറത്ത് LTC ഇല്ല. ദെൻ എങ്ങനെയാണ് ആക്ച്വൽ ബേസിൽ എക്സംപ്റ്റ് ചെയ്തിരിക്കുക അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതില് ആക്ച്വൽ ട്രാവലിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന വേണ്ടി നമ്മൾ രണ്ട് ടേബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, രണ്ട് ട്രാവൽ കോസ്റ്റ്. ഇഫ് ജേർണി ഈസ് പെർഫോംഡ് ബൈ എയർ ആണ്, അതായത് ഫ്ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ, ജേർണി ഈസ് പെർഫോംഡ് ബൈ എയർ ആണെങ്കിൽ അവിടുത്തെ എടുക്കുന്ന ട്രാവലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ക്ലാസ് ഫെയർ ആണ് അവിടുത്തെ ട്രാവലിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ്, ജേർണി ഈസ് പെർഫോംഡ് ബൈ റെയിൽ ആണെങ്കിൽ that is first class AC fare ആയിരിക്കും എടുക്കുക. മൂന്നാമത്തേത്, ജേർണി ഈസ് പെർഫോംഡ് ബൈ എനി അതർ മോഡ്, എയർ അല്ല, റെയിൽ അല്ല, ബാക്കി വേറെ ഏതെങ്കിലും ഒരു മോഡ് ആണെന്നുണ്ടെങ്കിൽ വേർ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ്, അവിടെ ഒരു റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രാവലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ഓഫ് സച്ച് ട്രാൻസ്പോർട്ട്, ആ ട്രാൻസ്പോർട്ടിന്റെ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ആയിരിക്കും ട്രാവലിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. ഇനി ഒരു റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ട്രാവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് AC ഫെയർ റെയിൽവേ ടിക്കറ്റ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ എയറിലൂടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ദാറ്റ് ഈസ് എക്കണോമിക് ക്ലാസ് ഫെയർ, റെയിൽ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ. ഇനി ഇത് രണ്ടുമല്ല വേറെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്, അങ്ങനെയാണെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ക്ലാസ് ഒരു ഡീലക്സ് ക്ലാസ് ഫെയർ. ഇനി റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് AC റെയിൽവേ ഫെയർ ടിക്കറ്റ് ആയിരിക്കും അവിടെ വാല്യൂ ആയിട്ട് എടുക്കുക. അങ്ങനെ ആ ഇൻക്വയർ ചെയ്യുന്ന ട്രാവലിംഗ് കോസ്റ്റ് ഉണ്ട്, ആ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ കിട്ടും. അതേസമയം സ്റ്റേ എക്സ്പെൻഡിച്ചറും അതർ കോസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ എക്സംഷൻ കൊടുക്കില്ല.